ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. ഇന്നൊരു ഇനാഗുറേഷൻ വ്ലോഗാണ്. എൻ്റെ സ്വന്തം നാടായ വടക്കാഞ്ചേരിയിൽ ഹന ട്രിങ്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെൻ്റൽ ഷോറൂം ഓപ്പൺ ആവുകയാണ്. സേവ്യർ ചിറ്റലപ്പള്ളി MLA ആണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. ഞാനാണ് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത്. 8:30 വരാൻ പറഞ്ഞു, 9:30 വന്നതിൻ്റെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ഹറിബറി ആയിട്ടുള്ള ഒരുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ബ്യൂട്ടി കെയറിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം അവരുടെ 2-3 കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഒരു ഷൂട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഷൂട്ട് കൂടിയല്ലേ, ഫോട്ടോഷൂട്ടുള്ളതല്ലേ, അപ്പോൾ ചേച്ചി തന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ടൈമിൽ MLA വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ടെൻഷൻ ആക്കിപ്പിച്ച് ലാസ്റ്റ് ടൈമിൽ എല്ലാ പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഒരുവിധമൊക്കെ സെറ്റാക്കി. ഹെയറൊന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. പാർലറിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഷൂട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വ്ലോഗ് എൻജോയ് ചെയ്യുക ഗൈസ്. എല്ലാവരും കിട്ടില്ലേ? ഞാൻ കിടന്നിട്ടെടുക്കാം. ഓക്കെ, ചെരുപ്പ് ഉണ്ടല്ലോ.
അങ്ങനെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആക്ച്വലി ഈ ഒരു ഷോറൂം ഭയങ്കര കുഞ്ഞി ഷോറൂമാണെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര കുഞ്ഞി ഷോറൂമായിട്ട് തോന്നും കേട്ടോ. ബട്ട് ഉള്ളിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റെൻ്റൽ ഷോറൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ വരുന്നത്. അപ്പോൾ അതിന് ശേഷം എനിക്കൊരു ഷൂട്ടുണ്ട്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതൊക്കെല്ലാം ആൾക്കാരെല്ലാവരും പോയിട്ട് വേണം അവരുടെ തന്നെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൃദു ചേച്ചിയും വന്നിട്ടുണ്ട്, നല്ല ബ്ലാക്ക് സാരി ഒക്കെ എടുത്ത് സുന്ദരിയായിട്ട്. ഇനി കുറേ ഫോട്ടോ സെഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ തന്നെ ബിഗ്ഗസ്റ്റ് ഷോറൂമാണെന്ന് തോന്നുന്നു. റെൻ്റൽസിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം ഇപ്പോൾ ഇവരാണെന്ന് തോന്നുന്നു. കാരണം അത്രയും സ്പേഷ്യസ് ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഭയങ്കര വലിയ ഷോറൂമാണ് കേട്ടോ. ഞാനങ്ങനെ തൃശ്ശൂർ വേറെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ളത് ബ്രൈഡൽ ലെഹങ്കാസ്, ഗൗൺസ് വരുന്നുണ്ട്, ഓർണമെൻറ്റ്സ് വരുന്നുണ്ട്, ട്രഡീഷണൽ വരുന്നുണ്ട്, ആൻറ്റിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഞാനെല്ലാം ഇപ്പോൾ ഈ ഇനാഗുറേഷൻ ടൈമിൽ എനിക്കൊന്നും കാണാൻ സമയം കിട്ടിയില്ല. സോ അതിൻ്റെ ഇടയിൽ അമ്മയൊന്ന് വന്നായിരുന്നു. അമ്മയുടെ ഓഫീസും ഈ ഒരു ഷോറൂമിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ അമ്മയെ ഇൻവൈറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയുടെ ഓഫീസിൽ എന്തോ ആനിവേഴ്സറി നടക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. ലാസ്റ്റ് ഡേ വർക്കിംഗ് ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ചെറുതായിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഷോപ്പല്ല ഓഫീസിലോട്ടൊന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ജസ്റ്റ് പോവാണ്. വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, എന്നാലും ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നടന്നു പോകാമെന്ന് പറഞ്ഞ ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ പോയി ജസ്റ്റ് അവരുടെ ആനിവേഴ്സറി ഒക്കെ ചെറുതായിട്ടൊന്ന് അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ പോയി നമ്മൾ അപ്പം തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു വലിയൊരു ഗൗണാണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ചെയറിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ മൃദു ചേച്ചി കഷ്ടപ്പെട്ട് അതൊക്കെ പൊക്കി എന്നെ ചെയറിൽ ഇരുത്താനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സലിം കുമാർ മഴത്തുള്ളിക്കിലുക്കും മൂവിയിലങ്ങ് കൊട്ട വെച്ച് നടക്കില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഷൂട്ടിൻ്റെ ഡ്രസ്സ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു പോക്കറ്റ് ഷവർമ എന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് ഷവർമയെന്നായിട്ട് തോന്നിയില്ല. ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം വെച്ച പോലെയൊക്കെ തോന്നിയത്. അപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്യാണ്. പക്ഷേ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഞാൻ ഹെയർ സ്പ്രേയോ സെറ്റിംഗ് സ്പ്രേയോ ഒന്നും അടിക്കാൻ സമ്മതിക്കാറില്ല. ഒരുപാട് നാളായി ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ട്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാരണം ഈ സെറ്റിംഗ് സ്പ്രേ ഹെയർ സ്പ്രേ ഒക്കെ നല്ല പണി കിട്ടും. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പണി കിട്ടി കേട്ടോ. കാരണം ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മൈഗ്രെയിനൊക്കെ വന്ന് ആകെ മൂടൊക്കെ ആകെ മാറി, പിന്നെ വോമിറ്റിംഗ് ഒക്കെ വന്ന് എങ്ങനെ പിടിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഷൂട്ട് കഴിഞ്ഞു. സെക്കൻഡ് കോസ്റ്റ്യൂം വരുന്നത് ഒരു ലെഹങ്ക ചോളി പോലത്തെ ഒരു ടൈപ്പാണ്. ഒരു പഞ്ചാബി സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഡ്രസ് മീൻസ് സ്കേർട്ടും ടോപ്പും ഷോളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർണമെൻറ്റ്സ് തന്നെ സെലക്ട് ചെയ്യാൻ കുറേ ടൈം എടുത്തു കേട്ടോ. കാരണം ഇതിൽ ഏത് ഓർണമെൻറ്റ്സ് ഇടണോ, ഏത് പോകണം, ഗ്രീൻ ഇടണോ, റെഡ് ഇടണോ, അങ്ങനെയൊക്കെ കുറേ ആയിട്ട് പിന്നെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു സംഭവമൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ഡ്രസ്സും എനിക്ക് ലൂസാണ്. കാരണം എല്ലാം അവർ നമ്മുടെ സൈസിലോട്ട് കറക്റ്റ് ആവുക. എല്ലാം ഒരു പ്ലസ് സൈസ് പോലത്തെ ഒരു സംഭവം അല്ല വെച്ചാൽ അത്യാവശ്യം നല്ല ഡബിൾ എക്സൽ സൈസാണ്. കാരണം അത്യാവശ്യം എല്ലാവരും അങ്ങനത്തെ ഒക്കെ ഒരു സൈസാണല്ലോ വരുന്നത്. ഞാൻ മാത്രം സൈസ് കുറവായ കാരണം എന്നെ അവർ ഡ്രസ്സൊക്കെ ഇങ്ങനെ സെറ്റാക്കിപ്പിക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഷൂട്ട് നമ്മൾ ഇതിൻ്റെയാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. അങ്ങനെ നമ്മുടെ ഫൈനൽ കോസ്റ്റ്യൂം ഇട്ടിരിക്കുകയാണ്. ഇതൊരു മുസ്ലിം വെഡ്ഡിങ് വെയർ ആണ്. അപ്പോൾ അതിലേക്ക് പറ്റിയിട്ടുള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതങ്ങനെ അധികം ഞാൻ BTS ഒന്നും എടുത്തില്ല. കാരണം വേറെ ഒന്നുമില്ല. അപ്പോഴേക്കും ടൈം ഒരു 5 മണി 4:30 4:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാരണം മൈഗ്രെയിനിൻ്റെ എക്സ്ട്രീം ആയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൂഡൊക്കെ പോയി ഭയങ്കര ടയേർഡായി, ഹെഡേക്കും വോമിറ്റിംഗ് ഒക്കെ വന്നു. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്തായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ എന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഗെറ്റപ്പാണിത്. അപ്പോൾ അതിൻ്റെ BTS കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ടാഗ് ചെയ്യാം. പിന്നെ റെൻ്റൽസൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ചെക്ക് ചെയ്യുക. ഞാൻ എന്തായാലും അവരുടെ പേജ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഹെയർ വാഷും അതേപോലെ തന്നെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ എൻ്റെ വണ്ടി അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ വന്നത്. സ്കൂട്ടിയിൽ വടക്കാഞ്ചേരി ടൗണിലോട്ട് സ്കൂട്ടി ഓടിച്ച് ഞാൻ വന്നു. എനിക്ക് ഭയങ്കര ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ. അത് ഞാനായിട്ടങ്ങ് തീർത്തു. പിന്നെ പോകുന്ന വഴിക്ക് രാത്രി നൈറ്റൊക്കെ ആയി. വടക്കാഞ്ചേരി ചർച്ച്, ഇത്രയും വർഷമായിട്ട് ഞാൻ ജനിച്ചിട്ട് ഇതുവരെയായിട്ട് പോലും ആ പള്ളിയിലോട്ട് ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ വടക്കാഞ്ചേരി പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ച് വീട്ടിലെത്തി. സോ ഹാപ്പി. നല്ല ടയേർഡാണ്. പക്ഷേ എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി പള്ളി പോയി. അതായത് ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ലായിരുന്നു അങ്ങോട്ടേക്ക്. പള്ളിയിൽ പോയി, അതേപോലെ തന്നെ വണ്ടിയൊക്കെ ഓടിച്ച് ഹാപ്പി. ഗുഡ് നൈറ്റ് ഗൈസ്, ലവ് യു.